വേറിട്ട കാഴ്ചകളൊരുക്കി തെരുവിലെ മീനമൃത ഉത്സവം. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. പയ്യന്നൂർ തെരു ശ്രീ അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രം കലശമഹോത്സവത്തിൻ്റെ 5ാം ദിവസം അരങ്ങേറിയ മീനമൃത ഉത്സവം കാഴ്ചകളുടെ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. വ്രതാനുഷ്ഠാനത്തോടെ തോർത്തുമുണ്ടുടുത്ത് മഞ്ഞൾക്കുറിയണിഞ്ഞ് ചൂരക്കോലും കയ്യിലേന്തി ആർപ്പുവിളികളോടെ ക്ഷേത്രം വലം വെച്ച ആബാലവൃദ്ധം ബാല്യക്കാർ ആഘോഷപൂർവ്വം കവ്വായി പുഴയിൽ ചെന്ന് മീൻ പിടിച്ചു കൊണ്ടുവന്ന് രാത്രി നടക്കുന്ന കലശമഹോത്സവത്തിൽ അണിനിരക്കുന്നതാണ് മീനമൃതിലെ പ്രധാന ചടങ്ങ്. പയ്യന്നൂർ തെരു ശ്രീ അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട 4 ഉത്സവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മേടമാസത്തിലെ പെരുങ്കലശം. മേടമാസം 1-ാം തീയതി കലശം കൽപ്പിക്കുകയും കഴിഞ്ഞ 19-ാം തീയതി കലശം ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് 4 കഴിഞ്ഞ് 5-ാമത്തെ ദിവസത്തേക്ക് എത്തി നിൽക്കുകയാണ്. ഈ 5-ാം ദിവസത്തെ മീനവൃത് എന്ന മഹൽ കർമ്മമാണ് ഉത്സവത്തിൻ്റെ വഴിത്തിരിവായ വളരെ പ്രധാനപ്പെട്ട കർമ്മം. സാത്വിക ഭാവരൂപിണിയായ ദേവിക്ക് ശ്രീലകത്ത് സാത്വികമായ നിവേദ്യങ്ങളാണെങ്കിലും പ്രതിവർഷം ആണ്ടിലൊരിക്കൽ ശാക്തേയമായ ഭക്ഷണവും കൂടി നൽകുക എന്നൊരു കർമ്മം പുരാണകാലം മുതലേ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു കർമ്മം നടത്തുന്നതിന് വേണ്ടിയുള്ള മത്സ്യം പിടിക്കുന്നതിന് വേണ്ടി ഈ സമൂഹത്തിലെ പുരുഷാരം പടിഞ്ഞാറ് കവ്വായി പുഴയിലേക്ക് യാത്ര തിരിക്കാൻ അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. ക്ഷേത്രത്തിലെ ക്ഷേത്രേശന്മാരിൽ നിന്നുള്ള മൊഴി കേട്ട് അവരുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അവരിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദം സ്വീകരിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ പുരുഷാരവും പടിഞ്ഞാറ് കവ്വായി പുഴയെ ലക്ഷ്യമാക്കി ഓടിപ്പോകും. പുഴയിൽ നിന്ന് വടിയും വലയും വെച്ച് പിടിക്കുന്ന മത്സ്യം ഇന്ന് വൈകുന്നേരം ത്രിസന്ധ്യാ നേരത്തോടുകൂടി വളരെ ആഘോഷമായി ഈ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നതോടുകൂടി ഇന്നത്തെ മീനവൃത ഉത്സവത്തിൻ്റെ പരിസമാപ്തി കുറിക്കും. ഈ മീനവൃത സമർപ്പണത്തിന് ശേഷം 2 ഭഗവതിയുടെ കോലം ഇവിടെ കെട്ടിയാടും. 47 അടി വലുപ്പമുള്ള ഭഗവതിയുടെ കോണം കാണാൻ ഈ നാട്ടിലെ നാനാഭാഗങ്ങളിൽ നിന്നും പുരുഷാരവും ഇവിടെ തടിച്ചുകൂടുമെന്നുള്ളതൊരു പ്രത്യേകതയാണ്.
കവ്വായിപ്പുഴയിലെ മടപ്പള്ളി താഴത്ത് വരെ ചെന്ന് വലവീശിയും മറ്റുമാണ് മീൻ പിടിക്കുന്നത്. കവ്വായിപ്പുഴയരികിൽ ഇവർക്ക് വിശ്രമിക്കാനും മറ്റുമായി ക്ഷേത്രം വക ഇതിനായി പ്രത്യേക സ്ഥലം തന്നെ ഉണ്ട്. ഈ സമയം ഇവിടെ ബാല്യക്കാരൻ തന്നെ കെട്ടുന്ന മൂവാരിച്ചിപ്പോതി എന്നൊരു കോലവും അരങ്ങേറുന്നുണ്ട്. കുഞ്ഞിക്ക് വളർന്നവളെ കഞ്ഞിക്ക് കളിയുന്നവളെ ഒരു കാര്യം ഒന്ന് വെച്ചില്ല. നാരങ്ങ വെള്ളം പോലില്ല, നാരങ്ങ വെള്ളം ഒന്നുമില്ല. ക്ഷീണം പയ്യന്നൂർ തെരുവിലെ തിരുവറുകാട് അമ്മയുടെ കലശ മഹോത്സവത്തിൻ്റെ ഭാഗമായ മീനമൃത് ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മീനമൃത് ഉത്സവത്തിന് പങ്കെടുക്കുന്ന പുരുഷാരം ഇന്നലെ തൊട്ട്, അതായത് 2 ദിവസം മുമ്പേ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ഉള്ള ജീവിതമാണ് അനുസരിക്കുന്നത്. ആ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി അവരുടെ വ്രതത്തിലും അവരുടെ അനുഷ്ഠാനത്തിലും തൃപ്തിയായ ഭഗവതി ഈ മീനമൃത് സംഘത്തോടൊപ്പം അവിടെ നിന്ന് അരൂപിയായി പുറപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ആ ഭഗവതിയുടെ കോലമാണ് ഞങ്ങൾ ബാല്യക്കാരിൽ നിന്ന് തന്നെ അവരുടെ കുട്ടികൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ആ വ്രതശുദ്ധിയുടെ മാഹാത്മ്യം വിളിച്ചോദിക്കുന്ന അഗ്നിശുദ്ധിയും ജലശുദ്ധിയും ഒക്കെ വരുത്തിക്കൊണ്ടാണ് ഭഗവതിയുടെ പുറപ്പാട്. നിങ്ങൾ കണ്ടു കാണും, അഗ്നിശുദ്ധി തീയിൽ ചാടുകയും അതുപോലെ തന്നെ നീരിൽ ചാടി ശുദ്ധി വരുത്തുകയും ചെയ്യുന്ന ഒരു ചടങ്ങും അതോടൊപ്പം കിണറിൽ ചാടി ശുദ്ധി വരുത്തുന്ന ഒരു ചടങ്ങും അതോടൊപ്പം നടന്നു. ഇത് രണ്ടും നടന്ന് ഇതിന് ശേഷമാണ് മീനവ്രത് കരക്ക് അടുപ്പിക്കുകയും തിരിച്ച് എഴുന്നള്ളത്ത് നടത്തുകയും ചെയ്യുന്നത്. ഈ ഭഗവതിയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അതായത് ഭഗവതി തൻ്റെ ഇഷ്ടസന്താനങ്ങളോടുള്ള പ്രതിപത്തി കാരണം അരൂപിയായി ഞങ്ങളോട് അനുഗമിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇന്നിവിടെ അവതരിപ്പിച്ച മൂവാരിച്ചിപ്പോതി. മൂവാരിച്ചിപ്പോതി പരിസരത്തെ വീടുകളിൽ കയറി അനുഗ്രഹം നൽകിയ ശേഷം അഗ്നിപ്രവേശനവും നടത്തി. പ്രതീകാത്മകമായി സമീപത്തെ കിണറ്റിൽ ചാടി കോലമഴിക്കുകയാണ് ചെയ്യുന്നത്. കൊടുങ്ങല്ലൂരിലെ ദേവീ സങ്കല്പം തന്നെയാണ് പയ്യന്നൂർ തെരുവിലും ആരാധിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ഒട്ടുമിക്ക ചടങ്ങുകളിലും ആക്ഷേപഹാസ്യപ്രധാനമായ പല ഭാഗങ്ങളും കടന്നു വരാറുണ്ട്. സന്ധ്യയോടെ മീൻ പിടിച്ചെത്തുന്ന ബാല്യക്കാരെ വാദ്യഘോഷങ്ങളുടെയും താലപ്പൊലിയുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെയാണ് ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നത്. തുടർന്ന് രാത്രിയോടെ തിരുവർക്കാട്ട് ഭഗവതിയുടെയും ക്ഷേത്രപാലകന്റെയും തെയ്യക്കോലങ്ങളോടെ നടക്കുന്ന കലശമെഴുന്നള്ളത്തിൽ മീനമൃതും പങ്കുചേരും.
പരിചയപ്പെടുന്നുണ്ടല്ലോ. ഉത്സവത്തിൻ്റെ 6ാം ദിവസമായ രാക്കലശ നാളിൽ രാത്രി വടക്കേൻ വാതിൽ തുറന്നുള്ള ദേവീദർശനവും തിരുവർക്കാട്ട് ഭഗവതിയുടെയും ക്ഷേത്രപാലകൻ്റെയും തെയ്യക്കോലങ്ങളോടെ നടക്കുന്ന കലശമെഴുന്നള്ളത്തും നടക്കും. 7ാം ദിവസം ഉച്ചയോടെ നടക്കുന്ന ഊർബലിയുടെ പുറപ്പാടും സന്ധ്യയോടെ നടക്കുന്ന വീരഭദ്രൻ തെയ്യങ്ങളോടെയുമാണ് 7 ദിവസങ്ങളിലായി നടക്കുന്ന കലശമഹോത്സവത്തിന് സമാപനം കുറിക്കുക. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. Stereo Resistance.
ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്.